നമ്മുടെ SMC അബ്ബാസി ഏരിയയുടെ നേതൃത്വത്തിലുള്ള മലയാളം മിഷൻ, നമുക്കറിയാം മധുര മലയാളം മിഷൻ കൂടിയുള്ള ക്ലാസ്സുകൾ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ അച്ഛൻ, നമ്മുടെ വികാരിയച്ഛൻ അബ്ബാസി ഏരിയയുടെ അച്ഛന് കുർബാന കാര്യങ്ങളായിട്ട് പെട്ടെന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അച്ഛന്റെ പ്രാർത്ഥനയോടും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടെ നമുക്ക് ആരംഭിക്കാം. അത് സ്നേഹപൂർവ്വം നമ്മുടെ വികാരിയച്ഛൻ സ്വാതന്ത്ര്യത്തിനെ സ്നേഹപൂർവ്വം നമുക്ക് കൈയടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഏരിയ കൺവീനർ ബിനോയ് കാലായിൽ, സെക്രട്ടറി ലിയോ, നമ്മുടെ സെൻട്രലിന്റെ പ്രസിഡന്റ് സുനിൽ, സെക്രട്ടറി ടോം സിറിയക്, മറ്റു ഭാരവാഹികളെ എല്ലാവരെയും ഹാർദമായി ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ക്ലാസ്സുകൾ എടുക്കാൻ നമ്മളെ സഹായിക്കൊണ്ട് എത്തിച്ചിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനെയും അതോടൊപ്പം ഇന്ന് പഠിക്കുവാനായിട്ട് വന്നിരിക്കുന്ന എല്ലാ കുട്ടികളെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ എല്ലാവരുടെ അനുവാദത്തോടെ നമ്മുടെ ഇന്നത്തെ മലയാളം മിഷൻ ക്ലാസിന്റെ ഉദ്ഘാടനത്തിനായി അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്താ പറഞ്ഞ SMC ഭാരവാഹികളെ, കുട്ടികളെ, മാതാപിതാക്കളെ, മലയാളം പഠിപ്പിക്കാൻ വന്നിരിക്കുന്ന അധ്യാപകരെ, തീർച്ചയായിട്ടും മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. ഈ മാതൃഭാഷ പഠിക്കുമ്പോൾ നമ്മൾ മാതൃ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാതാവിനോട് എല്ലാവർക്കും സ്നേഹമല്ലേ, അമ്മയോട്. അപ്പോൾ അമ്മയെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ അമ്മ പറയുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഭാഷ സംസാരിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഒപ്പം തന്നെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കാനായിട്ട് SMC ഒരുക്കുന്ന ഈ പഠന കളരി മധുര മലയാളം എന്നുള്ളത് വലിയ ഒരു സംരംഭമാണ്. നമ്മുടെ നാടിനോടും നാട്ടുകാരോടും ഒപ്പം തന്നെ നമ്മുടെ ദേശത്തോടും ഈ ഭാഷയോടുമുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ അറിവിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളുടെ എല്ലാവിധ ഉദ്യമങ്ങളെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നല്ല വിധത്തിൽ മലയാളം പഠിക്കുവാനായിട്ട് സഹായിക്കുന്ന എല്ലാ വ്യക്തികളെയും, പ്രത്യേകിച്ച് അധ്യാപകരെയും ഇതിൻ്റെ നേതൃത്വ നിരയിലുള്ളവരെയും ഞങ്ങൾ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവിധ ആശംസകളും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നതുപോലെ ഞങ്ങളും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരുവാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ ആത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ. അങ്ങ് തിരുക്കുടുംബത്തിൽ ആയിരുന്നു കൊണ്ട് യൗസേപ്പ് പിതാവിൻ്റെയും മറിയത്തിൻ്റെയും ശിക്ഷണത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിൽ ആയിരുന്നു കൊണ്ട് സർവം പഠിക്കുകയും ഒപ്പം തന്നെ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളെയും ഞങ്ങളുടെ ഉദ്യമങ്ങളെയും അങ്ങ് വിജയിപ്പിക്കണമേ. പ്രത്യേകിച്ച് മധുര മലയാളം എന്ന ഈ പ്രോജക്റ്റ് നല്ല വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒപ്പം തന്നെ പഠിക്കുന്ന കുട്ടികളെയും അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വഴിയുന്നു ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂടി അനുവിളിക്കുകയും ഒപ്പം തന്നെ ഈ സംരംഭം മധുര മലയാളം എന്ന പേരിൽ ജെറമിയയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 1 മുതൽ 3 വചനങ്ങളിൽ പറയുന്നു, ദൈവം ഒരു ചുരുൾ പ്രവാചകന്റെ നാവിൽ വെച്ചു കൊടുത്തു. അത് മധുരിക്കുകയായിരുന്നു, ആ ചുരുള് മധുരിക്കുകയായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു.
അപ്പോൾ ഈ മധുര മലയാളം എല്ലാം കൊണ്ടും കാര്യം നമ്മൾ ആദ്യ ഘട്ടങ്ങളിൽ ഒരല്പം പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും പിന്നീടത് കയ്പായിരുന്നെങ്കിലും മധുരമായി തീരാനായിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും തമ്പുരാൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. സഹായിച്ച അച്ഛന് എല്ലാവരുടെയും പേരിലും നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഭാരവാഹികളെ, ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, മറ്റധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വർഷത്തെ മധുര മലയാളം ക്ലാസുകൾക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണല്ലോ. മലയാളത്തിന്റെ മാധുര്യം ആസ്വദിക്കുവാനും അറിയുവാനുമുള്ള അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ഭാരതീപ്തി കൂട്ടുകാർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതോടൊപ്പം തന്നെ മലയാളം മിഷൻ, മലയാളം ക്രാഷ് കോഴ്സുകൾ, അതോടൊപ്പം തന്നെ തുടർ പഠന പരിപാടികൾ എല്ലാ വർഷവും നമ്മൾ നടത്തുന്നതാണ്. ആ പരിപാടിയിലേക്ക് ഈ വർഷം രജിസ്റ്റർ ചെയ്ത് ഇത് നമുക്ക് ഇത്രയേറെ കുട്ടികൾ നമുക്കിവിടെ എത്തിയിട്ടുണ്ട്. ആദ്യമേ തന്നെ ഇതിനായിട്ട് കുട്ടികളെ ഇവിടേക്ക് പറഞ്ഞയച്ച നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും അതോടൊപ്പം തന്നെ അതിനായിട്ട് വളരെ സന്മനസ്സോടുകൂടി താല്പര്യപൂർവ്വം ഇവിടെ എത്തിച്ചേർന്ന കുഞ്ഞുമക്കളെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ മാതൃഭാഷ മലയാളം. നമ്മൾ എവിടെ ചെന്നാലും നമ്മൾക്ക് മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം മലയാളമുണ്ട്. മധുരിക്കുന്ന മലയാളമായി മാറണം. നിങ്ങൾക്ക് നാട്ടിൽ ചെന്നാലും നമ്മൾ കുവൈറ്റിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും അവസരത്തിൽ വെക്കേഷന് പോകുമ്പോഴോ നാട്ടിൽ സ്ഥിരമായി നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ പോകുമ്പോഴോ നമുക്ക് വഴിയിൽ കാണുന്ന ഒരു ബോർഡ് വായിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമുക്ക് വീട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വാഹനത്തിന് ബോർഡ് വായിക്കുന്നതിന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം നിങ്ങൾക്ക് അത്യാവശ്യം വായിക്കാനെങ്കിലുമുള്ള പ്രാഥമികമായ ഒരു അറിവ് നിങ്ങൾ നേടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മലയാള ഭാഷയുടെ മാധുര്യം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റണം. നമ്മുടെ പള്ളികളിലെ പ്രാർത്ഥനകളെ, കുർബാനകളുടെ നമ്മുടെ അച്ഛൻ ചെല്ലുന്ന നമുക്കവിടെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന വാക്കുകൾ നമുക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളം പഠിച്ചേ പറ്റൂ. കുട്ടികൾ കുർബാനയ്ക്ക് കൂടുന്ന കുട്ടികൾ, അച്ഛനോടൊപ്പം ശുശ്രൂഷികളായിട്ട് വരുന്നവര്, അതിനൊക്കെ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുസ്തകങ്ങളെല്ലാം മലയാളത്തിലാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ദൈവാനുഗ്രഹത്തിന്റെ ഒരു അവസരം കൂടിയാണ്. ഞങ്ങളൊക്കെ നാട്ടിലായിരുന്ന സമയത്ത് വളരെ നോർമൽ സ്കൂളിലെ സ്ട്രീമിൽ തന്നെ പഠിച്ചു പോന്നു. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം ഇവിടെ ഇല്ല. എങ്കിലും SMCA നമുക്ക് അതിനുവേണ്ടി കുട്ടികൾക്കായി ഇതുപോലെ വലിയൊരു അവസരം ഒരുക്കി തന്നതിന് നമുക്ക് ഇതിനുവേണ്ടി സംഘടനയുടെ ഇത്രയും കാലം മുൻകാലത്ത് സംഘടനയെ നയിച്ചവരും ഇതിനുവേണ്ടി ഈ ഒരു പരിപാടി വളരെ ചിട്ടയോടും ക്രമത്തോടും കൂടി നടത്തി മുൻകാലങ്ങളിൽ മുന്നോട്ട് കൊണ്ടുവന്ന എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. കൂടുതലായി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ ചിട്ടയോട് ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഹെഡ് മാസ്റ്റർ ശ്രീ രജിമോനെയും അതോടൊപ്പം തന്നെ നമ്മുടെ അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ ശ്രീ രാജേഷ് കൂത്രപ്പള്ളി, ബോബി സാറ്, അതോടൊപ്പം തന്നെ മറ്റ് അധ്യാപകർ, ഇവിടെ നമ്മുടെ ബാലദീപ്തി ഏരിയ ബാലദീപ്തി കോർഡിനേറ്റർ, പ്രത്യേകിച്ച് സുജ ടീച്ചറൊക്കെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. നമുക്കറിയാം അവരുടെയൊക്കെ പ്രവർത്തന ശ്രമഫലമായിട്ടാണ് നമ്മുടെ കുട്ടികൾ ധാരാളം പേരെങ്കിലും നന്നായിട്ട് എഴുതാനും വായിക്കാനും അക്ഷരങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാനും പഠിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാവരെയും ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവർക്ക് നന്മ വരുത്തട്ടെ. അതോടൊപ്പം തന്നെ ഞാൻ ഈ അവസരത്തിൽ ഇതിനുവേണ്ടി നമ്മുടെ SMCയുടെ മലയാളം ക്ലാസ്സുകളുടെ ചുമതലയുള്ളത് ഏരിയ ജോയിന്റ് കൺവീനർ, ഇപ്പോഴത്തെ ജോയിന്റ് കൺവീനർ ശ്രീ സാം ആന്റണിയാണ്. അദ്ദേഹത്തിനെയും പ്രത്യേക അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഇതിനുവേണ്ടി ഒത്തിരിയേറെ പേര് വളരെയേറെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതിന്റെ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനും ഇതിന്റെ ഗൂഗിൾ ഫോംസിൽ കുട്ടികൾക്ക് രജിസ്ട്രേഷൻ നടത്തുന്നതിനായിട്ട് ഒത്തിരിയേറെ പേർ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സോഷ്യൽ വെൽഫെയർ കൺവീനർ ശ്രീ പ്രദീപ് അടക്കം ധാരാളം പേര് ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്തവരുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് മറ്റ് സബ് കമ്മിറ്റികളുണ്ട്. ഇതിന്റെ ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള ഏകോപനവും നടത്തിയ എല്ലാ വ്യക്തിത്വങ്ങളെയും, കൾച്ചറൽ, ആർട്സ്, സോഷ്യൽ വെൽഫെയർ അടക്കമുള്ള എല്ലാ കമ്മിറ്റികളെയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരു നല്ല പ്രവർത്തന വർഷം, നല്ലൊരു അധ്യയന വർഷം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജോയിന്റ് സെക്രട്ടറിയാണ് സാം ആന്റണിയാണ്. രണ്ടു സംസാരിക്കുന്നത് ജോയിന്റ് കൺവീനർ സാം ആന്റണിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ ഏരിയ കൺവീനർ, സെക്രട്ടറി, ട്രഷറർ, സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളെ, നമ്മുടെ അധ്യാപകരെ, ഹെഡ് മാസ്റ്ററെ, പ്രിയപ്പെട്ട കുട്ടികളെ, SMC അംഗങ്ങളെ, നമ്മുടെ 31ാമത്തെ ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മലയാളം ക്ലാസ്സുകൾ ഇന്ന് ആരംഭിക്കുകയാണല്ലോ. അതോടുകൂടെ തന്നെ മലയാളം മിഷൻ്റെ ക്ലാസ്സുകളും ഇന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ അമ്മയെപ്പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മലയാളവും. നിങ്ങളെല്ലാവരും സ്കൂളിൽ ഇംഗ്ലീഷും ഹിന്ദിയും എല്ലാം പഠിക്കുന്നുണ്ടെങ്കിലും
മലയാളം പഠിക്കുവാൻ നിങ്ങൾക്ക് സ്കൂളുകളിൽ അവസരമില്ലല്ലോ. അതുപോലെ തന്നെ കുട്ടികളോട് മലയാളത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഭയങ്കര പാടാണ് എന്നാണ് പറയുന്നത്. ഈ അവസരത്തിൽ നമ്മുടെ SMC ഒരുക്കിയിരിക്കുന്ന ഈ ക്ലാസ്സുകൾ നമുക്ക് വളരെ പ്രയോജനമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഈ ക്ലാസ്സിലേക്ക് സന്നിഹിതരായിരിക്കുന്ന എല്ലാ കുട്ടികളെയും എല്ലാ അധ്യാപകരെയും ഇതിനുവേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന എല്ലാ അധ്യാപകരെയും എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഉള്ള ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമ്മുടെ മലയാളം മിഷന്റെ ഹെഡ് മാസ്റ്റർ, നിങ്ങൾക്ക് അറിയോ ആരാന്നറിയോ? നമ്മുടെ ഹെഡ് മാസ്റ്റർ ആരാന്നറിയോ? കഴിഞ്ഞ വർഷം പഠിച്ച പിള്ളേർക്കൊക്കെ ആരാന്നറിയോ? നമ്മുടെ ഹെഡ് മാസ്റ്റർ മലയാളത്തിന്റെ റെജിമോൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും മലയാളം പഠിക്കാനായിട്ട് ഒരുങ്ങിയാ വന്നത് അല്ലേ? ആണോ? ഭാഷ പഠിക്കുക, ലാംഗ്വേജ് പഠിക്കുക, അല്ലെങ്കിൽ ഭാഷ പഠിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സംസ്കാരം, നമ്മുടെ കൾച്ചറും കൂടെയാണ് നമ്മൾ പഠിക്കുക. ഒരു പ്രത്യേക നമ്മൾ അക്ഷരം പഠിച്ചുകൊണ്ട് മാത്രമായില്ല, വിദ്യാധനം സർവധനാല പ്രധാനം എന്നാ പറയുക അല്ലെ? അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതിന് തീർച്ചയായിട്ടും വാല്യൂ ഉണ്ട്. വിദ്യാധനം സർവധനാൽ പ്രധാനം, എല്ലാ ധനത്തിനേക്കാളും എല്ലാ വെൽത്തിനേക്കാളും ഇമ്പോർട്ടൻസ് ഉണ്ട് വിദ്യാഭ്യാസത്തിന് അല്ലെ, എഡ്യൂക്കേഷന്. അതിലെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഈ ഭാഷ പഠിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അക്ഷരങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സംസ്കാരത്തിലേക്ക് ഒരു പടി അടുക്കാനായിട്ട്, ജസ്റ്റ് നമുക്ക് അതിനോട് ചേർന്ന് നിൽക്കാനായിട്ട് നമ്മളെ സഹായിക്കുക എന്നുകൂടിയാണ് നമ്മൾ അർത്ഥമാക്കുക. ഒന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യ ഉണ്ടെങ്കിൽ, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം നേടാം. ഇന്നത്തെ യുഗം നമുക്കറിയാം AI-യുടെ അല്ലെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം അല്ലെ, എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് നമ്മൾ ആദ്യം പഠിക്കണം അല്ലെ. ചോദ്യങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് കിട്ടുക. അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ആൻസറുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പൊ അതിന് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ചോദ്യങ്ങൾ ശരിയാവണ്ണം ചോദിക്കണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം. ചില കാര്യങ്ങൾ നമ്മൾ ശരിയായ അർത്ഥത്തിൽ അതിന്റെ അർത്ഥം ഉൾക്കൊള്ളണമെങ്കിൽ നമ്മുടെ ഭാഷയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, നമ്മള് ക്രൈസ്തവരാണ്, ക്രിസ്ത്യാനികളാണ്. നമുക്കറിയാം, നമ്മൾ പ്രയറുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്, കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. അപ്പൊ അതിലൊക്കെയും നമുക്ക് അച്ഛൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നത്, ഞാൻ പറയുന്ന ഈ ഭാഷ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ മലയാളം അറിയണം. എനിക്കറിയാം, ചില ആൾക്കാർക്ക് അല്പം പോലും അറിയില്ല, ചിലർക്ക് കുറച്ചൊക്കെ അറിയാം. അപ്പൊ നിങ്ങൾ ആ ഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും അല്ലെ ഇതിനകത്ത് ഉൾച്ചേർന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് അല്ലെ നമ്മൾ അതിനെ ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാം കൃത്യമാകും. അതിനു വേണ്ട അനുഗ്രഹം സർവേശ്വരൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇന്നൊരു നല്ല ദിനത്തില് അച്ഛൻ ഓൾറെഡി ബ്ലസ് ചെയ്ത് കാണും എന്ന് കരുതുവാണ്. വരാനായിട്ട് അല്പം ലേറ്റ് ആയി പോയി. അപ്പം എല്ലാവരെയും കൈവിട്ടേർത്തിട്ട് ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ അബ്ബാസി ഏരിയയിലെ കമ്മിറ്റി മുഴുവൻ നിങ്ങൾക്കുണ്ട്. SMC കുവൈറ്റ് മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ജോലി ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്, പഠിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. പക്ഷെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകരും അനധ്യാപകരും അതുപോലെ തന്നെ നമ്മളുടെ സംഘടനയും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥനാപൂർവം നല്ല മനസ്സോടുകൂടി നമുക്കൊരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഭാഷ കൈകാര്യം ചെയ്യാൻ പഠിക്കാനായിട്ട് തയ്യാറാവാം. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സഹായം. ജ്ഞാനത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ദൈവത്തെ പറ്റിയുള്ള അറിവാണ് ജ്ഞാനം അല്ലെ, ദൈവത്തെ പറ്റിയുള്ള അറിവാണ് നോളജ് അല്ലെങ്കിൽ അറിവെന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക്. അതിനു വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം വെളിപ്പെടുത്തി തരുമെന്നാണ് പറയുന്നത് അല്ലെ. ആ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛനോടൊപ്പം അല്ലെ, നമ്മുടെ അച്ഛനോടൊപ്പം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും നിങ്ങൾക്ക് നല്ല ആശംസകളും വിജയാശംസകളും നേരുകയാണ്. നന്നായിട്ട് പഠിക്കാനായിട്ട് സർവേശ്വരൻ നിങ്ങൾക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ജനറൽ സെക്രട്ടറി ടോം സിരക്സറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഏരിയ ജനറൽ കൺവീനർ ശ്രീ ബിനിൽ തോമസ് കലായി, അതുപോലെ ഹെഡ് മാസ്റ്റർ റെജിമോൻ സാർ, നമ്മുടെ ഏരിയ സെക്രട്ടറി ശ്രീ ജിമ്മി, ട്രഷറർ ലിയോ, അതുപോലെ പാരദീപ്തി ഏരിയയുടെ കോർഡിനേറ്റർ
സുജ ടീച്ചർ, അതുപോലെ സെൻട്രൽ ട്രഷറർ ജോസ് മാത്യു, അതുപോലെ പ്രിയമുള്ള സഹാധ്യാപകരെ, കേന്ദ്ര അതുപോലെ ഏരിയ ഭാരവാഹികളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, സാർ ആദ്യം ഒരു കാര്യം ചോദിക്കുക. അക്ഷരം അറിയാം, മലയാള അക്ഷരങ്ങൾ അറിയാവുന്ന എത്ര പേരുണ്ട്? അക്ഷരങ്ങൾ അറിയാവുന്ന എത്ര പേരുണ്ട്? എന്ന് കൈവക്കിയേ. സാറും നേരത്തെ കഴിഞ്ഞ വർഷം കണ്ടില്ലെന്നുള്ളൂ, മുമ്പ് നിങ്ങളുടെ കൂടെ നിങ്ങൾക്കൊക്കെ അക്ഷരങ്ങൾ പഠിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഇന്നിപ്പോ ആരംഭത്തിൽ നിന്ന് ഒത്തിരി പേർക്ക് അക്ഷരങ്ങൾ അറിയത്തില്ല. ഇനി നിങ്ങള് നമ്മുടെ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും എല്ലാ കൈകളും പൊങ്ങും, എല്ലാ അക്ഷരങ്ങളും പഠിച്ചു. അപ്പൊ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ അമ്മയെന്ന് വിളിക്കുന്ന അമ്മ എന്ന് എഴുതാൻ പഠിക്കും, പപ്പ എന്ന് വിളിക്കുന്ന പപ്പ എഴുതാൻ പഠിക്കും, നിങ്ങളുടെ സ്വന്തം പേരുകൾ എഴുതാൻ പഠിക്കും, അനു എഴുതാൻ പഠിക്കും, ജോയൽ എഴുതാൻ പഠിക്കും. അതൊക്കെ പഠിപ്പിക്കാൻ നമ്മുടെ ടീച്ചേഴ്സ് സാറന്മാരെല്ലാവരും റെഡിയാ. ഇത് കഴിയുമ്പോൾ ഈശോ എന്ന് എഴുതാൻ പഠിക്കും, മറിയം എന്ന് എഴുതാൻ പഠിക്കും. പിന്നെ നമ്മൾ പറയുന്ന വാക്ക് ഏത് വേടാനാ? ഈശോ മറിയം പിതാവേ അല്ലേ? അതൊക്കെ നമ്മൾ എഴുതാൻ പഠിക്കും. അതൊക്കെ പഠിച്ചു കഴിയുമ്പോഴേക്കും ഇന്നിപ്പോ കാണുന്ന നല്ല സന്തോഷത്തോടു കൂടി നമുക്ക് ഇതിന്റെ അവസാനത്തെ ദിവസം ബോർഡൊക്കെ വെച്ചിട്ട് അതിൽ എല്ലാവരെ കൊണ്ടും നിങ്ങളുടെ പേരൊക്കെ എഴുതുന്ന ആ രീതിയിൽ ഉണ്ടെന്ന് അങ്ങനെയാണ് നമ്മൾ അല്ലേ? അപ്പൊ അതൊക്കെ റിയോൻ സാറിനൊക്കെ അറിയാം. അതുപോലെ നമുക്ക് ടീച്ചറൊക്കെ വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ പഠിക്കാം. തീർച്ചയായും ഈ നല്ലൊരു സംരംഭത്തിന് മധുര മലയാളം നമ്മൾ ക്രാഷ് കോഴ്സ് ആയിട്ട് നടത്തുന്നതാണ്. അതിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു. ഏരിയയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര ഭരണസമിതിയുടെ പേരിലുള്ള എല്ലാവിധ പിന്തുണയും ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്കറിയാം നമ്മുടെ SMCയുടെ നേതൃത്വത്തില് 4 ഏരിയകളാണ് നമുക്കുള്ളത്. 4 ഏരിയകളും ഇതുപോലുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അബ്ബാസ് ഏരിയ വലിയ ഹ്യൂജ് ഏരിയയാണ്. അത് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ബാലദീപ്തിയുടെ നേതൃത്വത്തിലാണ് എല്ലാ ഏരിയകളിലും നമ്മുടെ SMC ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഏരിയയുടെ ബാലദീപ്തി കോർഡിനേറ്റർ വരുന്നത് സുജ ടീച്ചറാണ്. ആശംസ അറിയിക്കാനായിട്ട് സ്നേഹപൂർവ്വം സുജ ടീച്ചറിനെ ക്ഷണിച്ചോളൂ. പിള്ളേരെ മാത്രം. ഓക്കെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മളെല്ലാവരും മലയാളം പഠിക്കാൻ വേണ്ടിയല്ലേ ഇവിടെ എത്തിയിരിക്കുന്നത്? അറിയോ അല്ലേ? എല്ലാവരും ആഗ്രഹത്തോടെയാണോ എത്തിയേ? ആന്നാണോ പറയണ്ടേ? അതെ. അതോ പപ്പയും അമ്മയും നിർബന്ധിച്ചിട്ട് വന്നതാണോ? ഓക്കെ. അപ്പം നമുക്ക് എല്ലാവർക്കും ഈ 10 ദിവസം കൊണ്ട് അല്ലെ മലയാളത്തിലെ അക്ഷരങ്ങളെല്ലാം പഠിക്കണം. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എല്ലാം 10 ദിവസം കൊണ്ട് നമുക്ക് പഠിക്കണം കേട്ടോ. അതിന് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ. ഓക്കെ. ബഹുമാനപ്പെട്ട അബ്ബാസ് ഏരിയ കൺവീനർ ബിനോദ് ബാലായി, മറ്റ് ഭാരവാഹികളെ, പ്രിയ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എല്ലാവരും മലയാളം പഠിക്കാൻ വന്നിരിക്കുകയാണ്. എല്ലാവരും ഉത്സാഹത്തോടെ വന്നിരിക്കുകയാണ്. കാരണം എല്ലാവരുടെയും മുഖം കാണുമ്പോൾ നമുക്കറിയാം എല്ലാവരും മലയാളം പഠിച്ചടങ്ങും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പം നമ്മളുടെ പേര് മധുര മലയാളം എന്നാണ്, അറിയാലോ അല്ലേ? മധുര മലയാളം എന്നാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും നല്ല മധുരമായിട്ട്, നമ്മൾ മധുരം എങ്ങനെ കഴിക്കണം, ചോക്ലേറ്റ് എങ്ങനെ കഴിക്കണം, വളരെ ഇഷ്ടത്തോടെയല്ലേ കഴിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഇതിനെ ഉൾക്കൊള്ളാനും പഠിക്കാനും ഒക്കെ നിങ്ങൾ പരിശ്രമിക്കുക. നമ്മുടെ പിള്ളേർ പള്ളിയിലെ ചേട്ടന്മാരൊക്കെ ബൈബിൾ വായിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ നിങ്ങളും ബൈബിൾ പഠിക്കണം, എനിക്കും ഒരു ബൈബിൾ വായിക്കണം എന്നൊക്കെയുള്ള ആ ഒരു നിർദ്ദേശത്തോടെ നിങ്ങൾ പഠിക്കുക. നമ്മുടെ ബഹുമാനപ്പെട്ട ഒത്തിരിയേറെ ടീച്ചർമാരിവിടെയുണ്ട്. അവരെല്ലാവരും നിങ്ങളെ തീർച്ചയായും ഇതിന് തയ്യാറാക്കും. എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംസാരിപ്പിക്കാനായിട്ട് നമ്മുടെ മുൻ അബ്ബാസിയ കൺവീനറും നമ്മുടെ ബൈജു ജോസഫിനെ ക്ഷണിക്കുന്നു. ഏറെ സ്നേഹം നിറഞ്ഞ അബ്ബാസി ഏരിയയുടെ കൺവീനർ ബിനു സാറ്, സെക്രട്ടറി, ട്രഷറർ, നമ്മുടെ മലയാളം ക്ലാസ്സുകളുടെ പ്രധാന അധ്യാപകർ, അതോടൊപ്പം തന്നെ ടീച്ചേഴ്സ്, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, അതോടൊപ്പം നമ്മുടെ പേരൻസ് എത്തിയിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ ഈ ഒരു സമയത്ത് അവധിയൊക്കെ തുടങ്ങിയെങ്കിലും നമ്മുടെ ഇത്രയും പേര് കുട്ടികളെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു 10 ദിവസം വളരെ ഭംഗിയായിട്ട് ഈ മലയാളം കാര്യങ്ങളും എല്ലാം പഠിച്ച് നമ്മുടെ ഈ ഒരു വർഷത്തെ, അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളം ക്ലാസ്സുകൾ ഇതിന് ശേഷം നമ്മൾ സെപ്റ്റംബറിൽ തുടർച്ചയായിട്ട് എല്ലാ ആഴ്ചകളും ക്ലാസ്സുകളുണ്ട്. അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങളുടെ ഇനിയും കുട്ടികൾ വരാനുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് വരണം. അടുത്ത നാളെയൊക്കെ ആയിട്ട് അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് വരിക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒത്തിരി ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു.
നിങ്ങൾ നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ നല്ലപോലെ പഠിച്ച് എല്ലാ അക്ഷരങ്ങളും എല്ലാം പഠിച്ച് തീർച്ചയായിട്ടും നമുക്കറിയാം അടുത്ത വർഷങ്ങളിലൊക്കെ നമുക്കറിയാം മലയാളമൊക്കെ ഒരു പുതിയ സബ്ജക്റ്റായിട്ട് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു സപ്പോർട്ടാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊള്ളുന്നു. ഒത്തിരി നന്ദി. താങ്ക് യു. സ്നേഹം നിറഞ്ഞ നമ്മുടെ ഏരിയയുടെ ഭാരവാഹികളെ, സെൻട്രൽ ഭാരവാഹികളെ, മധുരം മലയാളം പഠിക്കുവാനായി ഉഷാറായി ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളം നന്നായി പഠിക്കുവാനും മനസ്സിലാക്കാനുള്ള എല്ലാ ശക്തിയും ബുദ്ധിയും തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സോൺ 6 കൺവീനർ രണ്ട് വാക്ക് സംസാരിക്കുന്നു. സ്തുതിയായിരിക്കട്ടെ. ഏരിയ കൺവീനർ ശ്രീ വിനിൽ കരയിൽ, സെക്രട്ടറി, ട്രഷറർ, അതുപോലെ തന്നെ സെൻട്രൽ ഭാരവാഹികള്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് മലയാളം പഠിക്കാൻ വന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാനൊന്നും പറയുന്നില്ല. പിള്ളേർ പഠിക്കുക, അക്ഷരം പഠിച്ചിട്ട് ഇവിടെ നിന്ന് പോവുക, ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾ അധ്വാനിച്ചാലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ടീച്ചേഴ്സിനെ പറഞ്ഞു തരാൻ മാത്രമേ പറ്റത്തുള്ളൂ. വർക്ക് ചെയ്യേണ്ടത് നിങ്ങളാണ്. കളിക്കുന്ന സമയം, മൊബൈൽ തോണ്ടുന്ന സമയം കുറയ്ക്കുക. ആ സമയത്ത് തന്നെ എന്ന ഓരോ ദിവസവും 2 അക്ഷരം വെച്ച് പഠിച്ചാൽ മതി. നിങ്ങൾ പെർഫെക്റ്റ് ആവും. അപ്പോൾ എല്ലാവിധ ആശംസകളും. നമ്മുടെ കേരള ഗവൺമെന്റുമായിട്ട് സപ്പോർട്ട്. അപ്പൊ അതിന്റെ നമ്മുടെ ഇൻചാർജ് ആയിരിക്കണം നമ്മുടെ ബോബി സാറാണ്. 2 വാക്ക് സംസാരിക്കാനായിട്ട് സ്നേഹവും ബോബി സാർ കാണിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളുടെ മലയാള ക്ലാസ്സുകളെ സംബന്ധിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, അതുപോലെ അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ എല്ലാവരും ഈ സമയത്ത് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെ വിലപ്പെട്ട ഒരു സമയമാണ്. വീട് കിട്ടിയ ഒരു അവസരമായിട്ട് നിങ്ങൾ കണക്കാക്കുക. എല്ലാവിധ ആശംസകളും. നല്ല രീതിയിൽ മലയാളം പഠിക്കുക. മധുര മലയാളം, അതുപോലെ മലയാളം മിഷനിലേക്ക് വന്നിരിക്കുന്ന കുട്ടികളെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു. കണ്ടോ, എല്ലാരും എനിക്ക് ആദ്യം ഡൗൺ അല്ലേ? വെയിറ്റ് ചെയ്യേ. 2 ലൈൻ ഉള്ളവർ എന്ത് ചെയ്യണം? 2 ലൈൻ ഉള്ളവരുടെ ബുക്കിന്റെ സ്മോൾ ലൈനിലല്ല എഴുതേണ്ടത് കേട്ടോ. ഈ ഡബിൾ ലൈനിന്റെ ബിഗ് വരയില്ലേ, അവിടെ എഴുതണേ. സ്മോൾ ലൈനെ കയറ്റി എഴുതരുത്. മലയാളം പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ആ ലൈനിൽ ഇങ്ങനെ എഴുതി, ആ ലൈനിൽ 2 ലൈൻ ഉള്ളവര് ഈ ലൈനിൽ എഴുതിക്കേ. ആ ലൈനിലല്ല മക്കളെ, ടീച്ചർ പഠിപ്പിക്കാം. കൈ പിടിച്ചു കണ്ടോ? എന്താണ് പറഞ്ഞേ? റാ. നമ്മൾ തലയിൽ വെക്കുന്ന ഹെയർബാൻഡ് എന്താണ്? ഹെയർബാൻഡിന്റെ ഷേപ്പ് റാ. കണ്ടോ? അങ്ങനെ അങ്ങോട്ട് എഴുതിക്കേ. ഓക്കെ, അത് തന്നെ. കണ്ടോ? ഇങ്ങനെ കണ്ടോ? അങ്ങനെയല്ല മോളെ, അങ്ങനെയല്ല. അത് പഠിച്ചോ? തെറ്റിക്കോ? നീ ഇപ്പൊ അടുത്ത ഏത് ലെറ്ററാ പഠിക്കേണ്ടത്? വാ. ഓക്കെ, എങ്ങനെ എഴുതണ്ടേ നോക്കിക്കേ. തവളാന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് നോക്കില്ലാരും, എങ്ങനെ എഴുതണ്ടേ നോക്കിക്കേ. വാ വാ. എല്ലാരും എഴുതിക്കേ. ബോർഡിൽ നോക്കിയിട്ട് എഴുത്. എന്നിട്ട് 5 ടൈംസ്